ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്കോളർഷിപ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ ഈ അടുത്തറിഞ്ഞ കുറച്ച് സ്കോളർഷിപ്സ്, അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ ഈ ഹെഡ് ഫോർ ഷെയർ കയറിയപ്പോൾ ഏകദേശം ഒന്നാന്ന് തോന്നുന്നുണ്ട്, ഒന്നാണോ രണ്ടാണ്, ഞാൻ കറക്റ്റായിട്ട് ഒന്നാന്ന് തോന്നുന്നത് ഗൈസ്, അതായത് ഒന്ന്. അപ്പോൾ ഈ 1000 പൗണ്ട് ആയിരുന്നു എനിക്ക് കിട്ടിയാച്ച. അപ്പോൾ ഇത് കൂടാണ്ട് ഇവിടുത്തെ ഞാൻ കണ്ടേക്കണെന്ന് വെച്ചാൽ മിക്ക യൂണിവേഴ്സിറ്റീസും 1, 2, 3 അത്ര മാക്സിമം പോയി കഴിഞ്ഞാൽ. 3 അപൂർവമാണ്, കൂടുതലും 2 വരെയൊക്കെ പോയേക്കണത് കണ്ടേക്കണം. അതായത് മറ്റേ 2 കിട്ടിയേക്കണം എവിടെയാണ്, ARUലാന്ന് തോന്നുന്നു ഗൈസ്. ARU യൂണിവേഴ്സിറ്റിയിലാണ് 2 കൊടുത്തേക്കണം കണ്ടേക്കണം. പിന്നെ ഗ്രീനിച്ചിലും ഉണ്ടെന്ന് തോന്നുന്നത്. അങ്ങനത്തെ യൂണിവേഴ്സിറ്റി. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്കോളർഷിപ്സ് അപ് ടു 20 lakhs വരെ കിട്ടുന്ന കുറച്ച് സ്കോളർഷിപ്സിനെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അധികം ലാഗ് ആക്കുന്നില്ല, പടപടയെന്ന് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളങ്ങ് പോകും. ഓക്കെ, എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിതറിഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് വരാം. സോ മെയിൻ റീസൺ ഇപ്പോൾ ഇവന്മാർ ഇങ്ങനത്തെ സ്കോളർഷിപ്സ് ഒക്കെ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടുത്തെ ലോ ചേഞ്ച് ചെയ്ത കാരണം കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ വരണില്ല. എന്ന് വെച്ചാൽ നേരത്തെ അത്ര കുത്തൊഴുക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കോളർഷിപ്സ് കുറച്ചും കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയായിട്ട് പിള്ളേർ വരും. ഇത്രയും രൂപ കിട്ടണതാണ്, അപ്പോൾ പകുതി ഫീസ് അടച്ചാൽ മതി. അപ്പോൾ ആ ഒരു ലക്ഷ്യം കൂടി വെച്ചിട്ടാണ് അവന്മാർ ഇത്രയും കൊടുക്കുന്ന എന്നാണ് ഞാൻ കേട്ടത്. ഫസ്റ്റത്തെ ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് UCL, അതായത് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ. അപ്പോൾ ഇവന്മാർ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ മാസ്റ്റേഴ്സ് സ്കോളർഷിപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഗ്ലോബലി ഉള്ള പിള്ളേർക്ക് മാസ്റ്റേഴ്സ് ഇവിടെ പഠിക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണ്. അപ്പോൾ അത് ഗ്ലോബലി ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മളും ഇവിടുത്തെ ആൾക്കാരല്ല, അപ്പം നമുക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റും. കൂടാണ്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ലോവർ ഇൻകം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെയാണ്. അതായത് ലോവർ ഇൻകം ബാക്ക്ഗ്രൗണ്ട്, ഇന്ത്യ ലോവർ ഇൻകം ആണ്, പുവറാണ്, കൺട്രി വളരെ പുവറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്കും ഇതിൽ പങ്കുണ്ട് ഗൈസ്. അപ്പോൾ പേടിക്കേണ്ട, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ പറയുന്നുണ്ട് ഗൈസ്. നിങ്ങളുടെ കയ്യിൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ വേണം, അൺകണ്ടീഷണൽ അല്ല. പിന്നെ ഇവന്മാർ പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട് പറഞ്ഞാൽ 50,000 പൗണ്ടാണ്. അതായത് 15 ലക്ഷം രൂപയോളം വരും. നമ്മളിവിടെ ഒരു നോർമൽ ഒരു PG കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എങ്ങനെ കളിച്ചാലും കുറഞ്ഞതൊരു 17, 18, 19 വരും. അപ്പോൾ ഇത്ര 15 കിട്ടിക്കഴിഞ്ഞാൽ പകുതി മുക്കാലും കവറായി. പിന്നെ നിങ്ങൾക്ക് പിന്നെ നിസ്സാര എമൗണ്ടുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നല്ല ഉപകാരമായിരിക്കും. സോ ഓർത്ത് വെക്കുക, UCL ഗ്ലോബൽ മാസ്റ്റേഴ്സ് സ്കോളർഷിപ്പ്. ഓക്കെ, ഫസ്റ്റ് വൺ അതാണ്. സെക്കൻഡ് വൺ ആണ് യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൽ വരുന്നത്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണ് ഗ്ലോബൽ ഫ്യൂച്ചർ സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ആദ്യത്തെ കേസിൽ പറഞ്ഞത് PG മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ ഗ്ലോബലി. ബട്ട് ഈ കേസിൽ അവർ UG പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PGക്കാർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ UG പഠിക്കാൻ വന്നവർക്കും PG പഠിക്കാൻ വന്നവർക്കും ഒരുമിച്ച് ഇത് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. കിട്ടിയാൽ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ മറ്റേ 15 ആണെങ്കിൽ ഇവർ അപ് ടു 8,000 പറയുന്നുള്ളൂ. 8,000 എന്ന് ഉദ്ദേശിക്കുന്നത് 8 ലക്ഷം രൂപയാണ്. നാട്ടിലത്തെ രീതി വെച്ച് 8 പൊക്കത്താവും എങ്ങനെ കളിച്ചാലോ. എന്ന് വെച്ചാൽ പൗണ്ടിൻ്റെ വാല്യൂ കൂടുതലാണ്. അപ്പോൾ വേണ്ടവർക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അവർ ഒരു ക്രൈറ്റീരിയ കൂടി പറയുന്നത് വെച്ചാൽ, കണ്ടീഷനും പറയുന്നുണ്ട്, പിന്നെ ബേസ്ഡ് ഓൺ യുവർ പ്രൊഫൈലും പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ അവർ ചെക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. UGയും PGയും ഉണ്ട്, അതാണ് ഞാൻ എടുത്തു പറയാനുള്ള കേസ്. യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ ഗ്ലോബൽ ഫ്യൂച്ചർ സ്കോളർഷിപ്പ്. മൂന്നാമത് വരുന്ന ഒരു സ്കോളർഷിപ്പാണ് ഞാൻ തമ്മിൽ കൊടുത്ത പോലെ 20 lakhs റുപ്പീസിൻ്റെ. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റോൾ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സ്കോളർഷിപ്പിന്റെ പേരെന്ന് പറഞ്ഞാൽ തിങ്ക് ബിഗ് സ്കോളർഷിപ്പ് എന്നായിരുന്നു. തിങ്ക് ബിഗ്, അതെ, വലിയതായിട്ട് ചിന്തിക്കുക, അതാണ് ഈ സ്കോളർഷിപ്പിന്റെ പേര്. അപ്പോൾ വെഹിക്കൽ മോസ്റ്റ് ജനറൽ സ്കോളർഷിപ്പ് എന്നാണ് അവർ പറയുന്നത്. അപ് ടു 20,000 പൗണ്ട്സ് ആണ് ഇവർ സ്കോളർഷിപ്പായിട്ട് കൊടുക്കുന്നത്. അത് വെറുതെ കിട്ടത്തില്ല. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കണ്ടീഷൻ ഓഫ് ലെറ്റർ വേണം, പിന്നെ SOP ആൻഡ് റെഫറൻസ് ലെറ്റർ ആവശ്യമുണ്ട്. പിന്നെ നിങ്ങളുടെ ഫയൽ അവർ ചെക്ക് ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. കാരണം വെച്ചാൽ എമൗണ്ട് കുറച്ച് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി മറ്റ് യൂണിവേഴ്സിറ്റിയെ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് എമൗണ്ട് കൂടുതലായ കാരണം കുറച്ച് വെരിഫിക്കേഷൻ കുറച്ച് കൂടുതലാണ്. പക്ഷേ നമ്മളത് എലിജിബിൾ ആണെങ്കിൽ സാധനം കിട്ടി തന്നെ ചെയ്യും. 20 lakhs കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൂടിപ്പോയാൽ 2-3 രൂപ ചിലവ് വരത്തുള്ളൂ. അത് കിട്ടിയാൽ ലക്കാട്ടോ കാര്യം. നമ്മളൊക്കെ ഇവിടെ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് ഒന്നും പറയണ്ട, അങ്ങനെ കുറേ വേറെ കേസ്. അപ്പോൾ എനിക്ക് പിന്നെ ഈ കേസിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിൻ്റെയൊക്കെ ഡെഡ് ലൈൻ നിങ്ങൾ നോക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞാൽ ഇതിൻ്റെ ഡെഡ് ലൈൻ ഏകദേശം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അതായത് ഏപ്രിൽ എങ്ങാണ്ടും വരെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് പേടിക്കണ്ട, അടുത്ത കൊല്ലവും കാണും. അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. പക്ഷേ സെക്കൻഡ് ഒരു മാഞ്ചസ്റ്ററിലെ ആ കേസ് എനിക്ക് തോന്നുന്ന അടുത്ത ഏപ്രിൽ വരെ എങ്ങാണ്ടും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ റണ്ണിങ് ആണ്. പിന്നെ മൂന്നാമത് ഈ 20 lakhs പറഞ്ഞാൽ അത് ഓൾറെഡി ഇപ്പോൾ ഫിനിഷ് ആയെന്ന് തോന്നുന്നു. പേടിക്കണ്ട, അവർ ഈ ഒക്ടോബർ തൊട്ട് പുതിയ സ്ലോട്ട്സ് ഇപ്പോൾ അവർ ഇടുന്നുണ്ടെന്നാണ് കേട്ടത്.
അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഈ സൈറ്റിലൊക്കെ പോയി അപ്ഡേറ്റ് ആയിട്ടിരിക്കുക ആൻഡ് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇതൊക്കെ ഫണ്ടഡ് ആണ്, അതായത് യൂണിവേഴ്സിറ്റി ഫണ്ടഡ് ആയിട്ടുള്ള കുറേ സ്കോളർഷിപ്പാണ്. അതുകൂടാണ്ട് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്സും ഉണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ പറ്റിയൊന്ന് ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. ഇത് കൂടാണ്ടും കുറച്ച് സ്കോളർഷിപ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു യൂണിവേഴ്സിറ്റി കയറുമ്പോൾ തന്നെ 1-2 രൂപ വെറുതെ തരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, സ്കോളർഷിപ്പിനൊക്കെ അത്രയും വാല്യൂ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഇതിന് സ്കോളർഷിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഉടായ്പ പരിപാടി ഒന്നല്ലേ ഇവിടെ ഇവന്മാർ തരും. അതും 1000 കാറ്റഗറി വന്നെ കാരണം നമ്മുടെ നാട്ടിലെ ഇതായിട്ട് നോക്കുമ്പോൾ ലക്ഷങ്ങളാണ്. അപ്പോൾ മാക്സിമം പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ വന്ന സമയത്ത് എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. എടുത്ത് ചാടി എന്നാൽ പറ്റുന്ന രീതിക്കൊക്കെ അന്വേഷിച്ചാണ് ഞാനിവിടെ വന്ന് ചാടി ഇറങ്ങിയത്. ഇപ്പോൾ ഞാൻ അന്വേഷിച്ച് ഞാൻ അതിനെപ്പറ്റി പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഗൈസ്. അപ്പോൾ മാക്സിമം ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഞാൻ കുറച്ച് പേരോട് ആകെ 2-3 പേരോടൊക്കെ ചോദിച്ചുള്ളൂ, അതും എനിക്ക് പരിചയമുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ അവർ കൂടാണ്ട് അവരറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്ന കാര്യം അവർക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പം അറിഞ്ഞു വരുമ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയുന്നു. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ കുറേ കാര്യങ്ങളിവിടെ നടപ്പുണ്ട്. അപ്പോൾ ഇനി അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അപ്പോൾ മറ്റേ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് എടുക്കുക. അല്ലാത്ത പക്ഷം ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം കൺസൾട്ടൻസീൻ്റെ, പിന്നെ ബാങ്കിൻ്റെ, പിന്നെ ഞാനായിട്ട് ചാറ്റ് ചെയ്യേണ്ട പരിപാടി, എല്ലാത്തിൻ്റെ ഒരു ലിങ്ക് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ത്രൂ ഞാനായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.